പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടോ. ഇല്ല പോരാ, ശക്തിയോടെ ഒന്നുറക്കെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയ ദൈവദാസന്മാർക്കും വേഗമരുന്നനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണെന്ന് പകൽക്കാലം നമുക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ചെയ്ത കർത്താവിൻ്റെ ദാസനോട് നന്ദി ഞാൻ അറിയിക്കുന്നു. നല്ലൊരു മെസ്സേജ് കേൾക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ റെഡ്മി ചാനലിൽ കർത്താവിൻ്റെ ദാസൻ ഒരുക്കിയ ഈ പ്രോഗ്രാമത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ എൻ്റെ സഭയിലെ അംഗമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ തോലടി ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെ വന്ന് ചാർജ് എടുത്ത നാൾ മുതൽ കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ എന്നോട് പറഞ്ഞു ഇങ്ങനെ വന്ന് ദൈവവചനം ശുശ്രൂഷിക്കണം. ഞാനൊരു വലിയ പ്രാസംഗികനൊന്നുമില്ല കേട്ടോ. സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ് പറ. സ്തോത്രം. ഞാനൊരു വലിയ പ്രാസംഗികനൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദാവീദ് ഒരു വാക്ക് പറയുന്നത്, ഞാൻ എളിയവനും പറ ഞാൻ എളിയവനും ദരിദ്രനുമാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തിനാണ് ഞാൻ ദൈവത്തിനോ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അനേക വേദികളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. കൺവെൻഷൻ വേദി ശുശ്രൂഷിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനേക സ്തോത്രം. ഹല്ലേലൂയ. സഭകളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇത് ആദ്യമായിട്ടാണ്. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതിനേക്കാളും നല്ലൊരു ലൈവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കർത്താവുമായിട്ടുള്ള ഒരു സ്തോത്രം. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ഒരു സ്തോത്രം. ഹല്ലേലൂയ. എതിരേൽപ്പ് ഞാനും നിങ്ങൾക്കുമുണ്ട്. സ്തോത്രം. ഒരു നല്ല ലൈവ് ഇനി ഉണ്ടില്ലേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത് ലോകത്തെ അറിയിക്കുവാൻ, എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തമ്പുരാനുമായിട്ടുള്ള ഒരു എതിരേൽപ്പ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കുള്ളതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് എന്തോ പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. സംഗീതത്തോടും കൂടി അവന്റെ സന്നിധിയിൽ വരാനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്തോ വായിച്ചത്? 100-ാം സങ്കീർത്തനം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 1, 2, 3 വാക്യം ഒന്ന് വായിച്ചേ. 100-ാം സങ്കീർത്തനം 1, 2, 3 വാക്യം വേഗത്തിൽ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. എങ്ങനെയാ പറഞ്ഞത്? സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരണം, സംഗീതത്തോടെ അവന്റെ ആലയത്തിൽ വരണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിക്ക്. യഹോവ തന്നെ ദൈവമെന്നറിയണം, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു. അവന്റെ വാതിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും വരണം. ഇന്ന് പകൽ എത്ര പേര് സ്തോത്രത്തോടും ഇവിടെ കടന്നു വന്ന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വാതിലുകൾ സ്തുതിയോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തോത്രത്തോടും കടന്നു വരുവാൻ ഇന്ന് പകൽ എത്ര പേര് ദൈവത്തിന് സ്തോത്രം ചെയ്തു വന്ന് ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, അവൻ നമ്മെ ഉണ്ടാക്കിയതും നാം അവനുള്ളവനുമാകുന്നു. സ്തോത്രം. ദൈവം നമ്മളെ സൃഷ്ടിച്ചെന്ന് ബോധമുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ദൈവമാ നമ്മളെ സൃഷ്ടിച്ചെന്ന് ബോധമുള്ള ദൈവജനം ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മെ ഉണ്ടാക്കിയതും നാം അവനുള്ളവനുമാകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 139-ാം സങ്കീർത്തനം ദാവീദ് ഇങ്ങനെ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചവൻ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞ ദൈവം. ഭയങ്കരവും അതിശയമായി സ്തോത്രം പറ. ഭയങ്കരവും അതിശയമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ച ദൈവം. സ്തോത്രം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ച ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്തോത്രം. ഹല്ലേലൂയ. ഓല കീറെടുത്ത് മെടയുന്നത് പോലെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ മെടഞ്ഞ ദൈവത്തിന് ഇന്ന് പകൽ എത്ര പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവത്തിന് എത്ര പേര് സ്തോത്രം ചെയ്യും? അവൻ നമ്മെ ഉണ്ടാക്കിയത് നാം അവനുള്ളവനുമാകുന്നു. സ്തോത്രം. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ,
ദൈവത്തിനൊന്ന് സ്തുതി കരേറ്റുവാനാണ് ഞാൻ നിങ്ങൾ ഇവിടെ വന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ നടത്തിയ വിധം ഓർത്താൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമോ? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കുറച്ച് നേരത്തെ 2-3 സാക്ഷികൾ കേട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് ദൈവം നിർത്തി. സ്തോത്രം. ആയുസ്സും ആരോഗ്യം തന്ന ദൈവത്തിന് ഇങ്ങനെ സ്തുതിച്ചാൽ മതിയോ? ആയുസ്സും ആരോഗ്യം തന്ന ദൈവത്തിന് ഇങ്ങനെ സ്തുതിച്ചാൽ മതിയോ? സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുവാൻ, സംഗീതത്തോടൊന്ന് ദൈവത്തിന് സ്തുതിപ്പാൻ, ഇന്ന് പകൽക്കാലം അവൻ നമ്മെ ഉണ്ടാക്കിയതെന്ന് നാം അവനുള്ളവരെന്ന് രുചിച്ചറിഞ്ഞ ദൈവജനം ഇന്ന് പകൽ ആത്മാവിൽ അടങ്ങിയിരിക്കുന്നത്. ദൈവമാ നമ്മളെ ഉണ്ടാക്കിയത് കേട്ടോ. സ്തോത്രം. നാം അവനുള്ളവനാണ്. സ്തോത്രം. നമ്മൾ മറ്റാർക്കും ഉള്ളവരല്ല കേട്ടോ. നമ്മൾ മറ്റുള്ളവരുടെ വകയല്ല കേട്ടോ. നാം ദൈവത്തിനുള്ളവനെന്നുള്ള ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കൂടെ ഒരു കഥ പറയാറുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചു കുഞ്ഞ് ഒരു ബോട്ട് വാങ്ങി. സ്തോത്രം. അവന് തന്റെ അപ്പനും അമ്മയും കൊടുത്തതാ. അവനതിനെ സ്തോത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. കുറെ നാൾ കഴിഞ്ഞിട്ട് സ്തോത്രം, ഹല്ലേലൂയ, ഈ നഷ്ടപ്പെട്ട പൊരുൾ അവൻ ഒരുപാട് നാൾ അന്വേഷിച്ചു. അത് ലഭിക്കാതിരുന്നപ്പോൾ കുറെ നാൾ ഇവനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഷോപ്പിൽ ഷോക്കേഴ്സിന്റെ അകത്ത് ഈ ബോട്ട് വെച്ചിരിക്കുക. സ്തോത്രം. ഇവൻ അതിനെ നോക്കിക്കൊണ്ട് ഓടിച്ചെന്ന് ആ കടക്കാരനോട് പറഞ്ഞു, യജമാനെ, ഇത് എൻ്റെ ബോട്ടാ. സ്തോത്രം. ആ കടക്കാരൻ പറഞ്ഞു, മോനെ, ഇത് നിൻ്റെതായിരിക്കാം. സ്തോത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾ എൻ്റെ കൈ കൊണ്ട് തന്നു, ഞാൻ അതിനുള്ള വിലയും കൊടുത്തു. ഇനി ഇത് നിനക്ക് വേണമെങ്കിൽ ഇനി നീ എനിക്ക് വില തരണം. സ്തോത്രം. അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അത് വാങ്ങിക്കുവാനുള്ള പൈസ ലഭിക്കുന്നത് വരെ അവൻ അധ്വാനിച്ചും പൈസ ലഭിച്ചു കഴിഞ്ഞ് അവിടെ കൊണ്ട് ചെന്നിട്ട് ആ ബോട്ടിനെ സ്വന്തമാക്കി. അവൻ കൊണ്ടുപോകുന്ന യാത്രയിൽ അവൻ ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, അല്ലയോ ബോട്ടെ, ഇതിന് നിന്നെ ഞാൻ 2 പ്രാവശ്യമാണ് സ്വന്തമാക്കിയത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നാൾ നീ എൻ്റെ വകയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നാൾ നീ എൻ്റെ വകയായിരുന്നു. പിന്നത്തേതിൽ നീ എൻ്റെ കൈവിട്ടു പോയി. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ ഞാൻ നിനക്ക് ഒരു വില തന്ന് ഞാൻ ഇതിനെ വാങ്ങി. അതുപോലെ ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചത്. സ്തോത്രം പറ. ഹല്ലേലൂയ. ഒരു നാൾ ഞാനും നിങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നു. ഞാനും നിങ്ങളും ദൈവത്തിന്റെ പൈതങ്ങളായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പശ്ചാത്തലം നോക്കി, നമ്മുടെ സാഹചര്യം നോക്കി ഞാനും നിങ്ങൾ വഴിമാറിപ്പോയി. എന്നാൽ ദൈവകൽപ്പന വിട്ട് മാറി കുറെ നാൾ ജീവിച്ചു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, തന്റെ മക്കളെ വീണ്ടെടുക്കേണ്ടതിന് സ്തോത്രം കാൽവരിയിൽ അവൻ അവസാനത്തുള്ളി രക്തം വരെ തന്ന് മറുവില തന്ന് നമ്മളെ വിലക്കെടുത്ത ആ ദൈവ സ്നേഹമോർത്താൻ സ്തോത്രം. ദൈവം നമുക്കൊരു മറുവില തന്നില്ലേ? സ്തോത്രം പറ. ദൈവം നമുക്കൊരു മറുവില തന്നില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ വീണ്ടെടുത്ത ആ സ്നേഹമോർത്താൽ ഇന്ന് പകൽ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. നമുക്ക് 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. സ്തോത്രം. 50-ാം സങ്കീർത്തനം 180-ാം സങ്കീർത്തനം 3-ാം വാക്യം. 180-ാം സങ്കീർത്തനം 3-ാം വാക്യം. കാഹളത്തോടെ അവനെ സ്തുതിപ്പിൻ. കാഹളത്തോടുകൂടി അവനെ സ്തുതിപ്പിൻ. വീണയോടും കിന്നരത്തോടും കൂടെ. വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിപ്പിൻ. തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിപ്പിൻ. തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിപ്പിൻ. തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. സ്തോത്രം, ഹല്ലേലൂയ. അത്യുച്ച കൈനാളത്തോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽ എത്ര പേര് തയ്യാറാണ്? സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തിന് അങ്ങനെയാണെങ്കിൽ കാഹളത്തോടുകൂടി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ നമ്മെ ഉണ്ടാക്കിയവനും നാം അവനുള്ളവനുമാകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ച ദൈവം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യണം. സ്തോത്രം.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. ദൈവത്തെ ആരൊക്കെ സ്തുതിക്കണമെന്ന് വേദപുസ്തകം നന്നായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിനെ ആരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. സ്തോത്രം. 148 സങ്കീർത്തനം 8 വാക്യം എന്ന് വായിച്ചേ. 148 സങ്കീർത്തനം 8 വാക്യം. തീയും കന്മഴയും 11 വാക്യം. 148 സങ്കീർത്തനം 11 വാക്യം. ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും കേട്ടോ, നിങ്ങൾ കേട്ടോ വചനം, നിങ്ങൾ കേട്ടോ, യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ് പറ. ഹല്ലേലൂയ. സ്തോത്രം. ഇവരെല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സ്തോത്രം. ഹല്ലേലൂയ. സകല വംശങ്ങളും സ്തോത്രം. ഹല്ലേലൂയ. യൗവനന്മാരും യുവതികളും സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ബാലന്മാരും വൃദ്ധന്മാരും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇവരെല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞത്, നീ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ നിനക്ക് എന്ത് പകരം തരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് പകരം കൊടുക്കാൻ പറ്റുമോ? സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരത്തിന് പകരം കൊടുക്കുവാൻ ഇന്ന് ആർക്കെങ്കിലും പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്ന ആയുസ്സിന് പകരം കൊടുക്കുവാൻ, ദൈവം തന്ന ആരോഗ്യത്തിന് പകരം കൊടുക്കുവാൻ, ദൈവം തന്ന ബലത്തിന് പകരം കൊടുക്കുവാൻ, ദൈവം തന്ന സമ്പത്തിന് പകരം കൊടുക്കുവാൻ, ദൈവം തന്ന കുടുംബ ശ്രേഷ്ഠയ്ക്ക് പകരം കൊടുക്കുവാൻ, ഹല്ലേലൂയ, ഈ പകരം കൊടുക്കുവാൻ ഇന്ന് പകരത്തിലേക്ക് എനിക്ക് നിങ്ങൾക്ക് കഴിയുമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് പകരം കൊടുക്കുവാൻ എന്റെ ദാസനെ നമുക്ക് കഴിയത്തില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ആയുസ്സിന് ശത്രു വില പറഞ്ഞപ്പോൾ, ശത്രു നമുക്കെതിരെ ആയുസ്സിന് വില പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ശത്രു കണ്ണു വച്ച് നോക്കിയപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ നിന്നെ മറച്ചെടുത്ത് ഒരു തള്ളക്കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ സൂക്ഷിക്കുന്നത് പോലെ ആത്മാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് സ്തോത്രം വിടുതൽ പ്രാപിച്ച ദൈവജനം അടങ്ങിയിരിക്കരുത്. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യോ. അതുകൊണ്ടാ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മളെ വെടിവെച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ, അങ്ങനെയല്ലേ പാടിയ നേരത്തെ, നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്താലും മതി വരത്തില്ല. ഈ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. സകല രാജാക്കന്മാര് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഭൂമിയിലെ രാജാക്കന്മാർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദ് രാജാവ് സ്തോത്രം ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരുവാൻ, സ്തോത്രം, ഹല്ലേലൂയ, 30,000 ബിരുദന്മാരെയും കൊണ്ട് പുറപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവരുവാൻ 30,000 ബിരുദന്മാരുമായി പുറപ്പെട്ടു. വായിക്കാം 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. 2 ശമൂവേൽ 6:1 വായിക്കാം. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല ബിരുദന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ 30,000 ബിരുദന്മാരുമായി യാത്ര പുറപ്പെട്ടു. സ്തോത്രം. പെട്ടകം കൊണ്ടുവരാൻ പറ്റുമോ? ചായോ സ്തോത്രം. പെട്ടകം കൊണ്ടുവരാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. വഴിയിൽ വെച്ച് പരാജയം സംഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടകം എവിടെ വെച്ചു? ഓബേദേവിന്റെ ഭവനത്തിൽ വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് മടങ്ങി തന്റെ ഗൃഹത്തിൽ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് നിയമം വായിച്ചു. ദാവീദ് നിയമം വായിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി, പെട്ടകം കൊണ്ടുവരേണ്ടത് ബിരുദന്മാരല്ല, പെട്ടകം കൊണ്ടുവരേണ്ടത് വിശുദ്ധന്മാരാ. പെട്ടകം കൊണ്ടുവരേണ്ടത് പുതിയ വണ്ടിയിലല്ല, പെട്ടകം ഇരിക്കേണ്ടത് വിശുദ്ധന്മാരുടെ ചുമലില. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കേണ്ടത് പുതിയ വണ്ടിയിലല്ല, പെട്ടകം, ദൈവത്തിന്റെ പെട്ടകം ഇരിക്കേണ്ടത് നിന്റെ ചുമലില. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ദാവീദ് സ്തോത്രം ഹല്ലേലൂയ ഓബേദേവിനെ കുടുംബത്തെ അനുഗ്രഹിച്ചത് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ടു. സ്തോത്രം ഹല്ലേലൂയ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ. അതിന്റെ 12 വാക്യം ഒന്ന് വായിച്ചേ. 6:12. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദേദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദേദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവർ നടന്ന ശേഷം അവർ ഒരു കാളയെയും തടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദിന് സ്തോത്രം ഹല്ലേലൂയ ചട്ടം മനസ്സിലായി, പ്രമാണം മനസ്സിലായി, എങ്ങനെയാ ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന്. സ്തോത്രം ഹല്ലേലൂയ പെട്ടകം ചുമന്നവർ 6 ചുമടിട്ടപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ദാവീദ് രാജാവ് ഒരു യാഗം നടത്തി. എന്നിട്ട് ദാവീദ് രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? പഞ്ഞിനൂലങ്കി ധരിച്ച് സ്തോത്രം ഹല്ലേലൂയ പെട്ടകത്തിന്റെ മുമ്പിൽ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. ദൈവ സാന്നിധ്യം നിന്റെ ഭവനത്തിനകത്ത് കയറണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം വെറുതെ ചടങ്ങിന്റെ ആരാധനയല്ല ഇന്ന് പകൽ നീ ആരാധിക്കേണ്ടത്. സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ കറ തീർന്ന ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതനെ സ്തോത്രം ഹല്ലേലൂയ നീ ആരാധിക്കുന്നത് എങ്ങനെ ആരാധിക്കണം? പൂർണ്ണ സംഗതിയോടെ ആരാധിക്കണം. സ്തോത്രം വെറും ചടങ്ങിന്റെ ആരാധനയല്ല ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ ഒരു ആഘോഷിക്കാനല്ല, ഇന്ന് പകൽ എന്റെ ദൈവത്തിന് മഹത്വപ്പെടുത്തുവാനെന്ന് തന്റെ ഇടപെടൽ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ പെട്ടകം ദാവീദ് രാജാവിന്റെ നഗരത്തിലേക്ക് കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീകൾ സ്തോത്ര കിളിവാതിക്കൽ കൂടി നോക്കിയിട്ട് സ്തോത്രം ഹല്ലേലൂയ ദാവീദ് രാജാവിനെ നിന്ദിച്ചു. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ താഴെ ഒന്ന് വായിച്ചേ. ദാവീദ് തന്റെ ഭവനത്തെ അനുഗ്രഹിപ്പാൻ 20-ാം വാക്യം 6:20. 2 ശമൂവേൽ 6:20. അനന്തരം ദാവീദ് തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിന്റെ മകളായ മീഖൾ ദാവീദിനെ എതിരേറ്റ് ചെന്നു. നിസ്സാരന്മാരിൽ ഒരുത്തൻ ആ പദം ഒന്ന് നിർത്തി വായിക്കണം കേട്ടോ. സ്തോത്രം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പദമാകട്ടോ. സ്തോത്രം ഹല്ലേലൂയ. ശൗലിന്റെ മകളായ മീകൾ ദാവീദിനെ എതിരേറ്റ് ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ നിസ്സാരനിൽ ഒരുവനെ പോലെ. ഒന്ന് വായിച്ച വാക്യം. നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്നത് പോലെ ഇന്നു തന്റെ ദാസന്മാരുടെ ദാസികൾ കാണുകെ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളതെന്ന് പറഞ്ഞു. ഒരുപാട് അവനെ പുച്ഛിച്ചല്ലേ ദാവീദ് രാജാവിനെ. സ്തോത്രം ഹല്ലേലൂയ. അവന്റെ ആരാധനയെ നിന്ദിച്ചു, അവനെയും പുച്ഛിച്ചു. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് സ്തോത്രം നാണമില്ലെന്ന്, നാടൻ ഭാഷ ചോദിച്ചാൽ നിനക്ക് നാണമില്ലെന്ന് ചോദിച്ചത്. സ്തോത്രം ഹല്ലേലൂയ. ഈ ജനത്തിന്റെ സ്ത്രീകളുടെ നിന്റെ ദാസിദാസന്മാരുടെ കൂടെ ലജ്ജ കൂടാതെ ആരാധിപ്പാൻ നിനക്ക് നാണമില്ലെന്ന് ചോദിച്ചത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്റെ ദൈവത്തെ നിനക്ക് എന്തോ അറിയാം? എന്റെ ദൈവത്തെ നിനക്ക് എന്തോ അറിയാം? സ്തോത്രം ഹല്ലേലൂയ. കാട്ടിൽ നിന്ന് എന്നെ കൊണ്ടുവന്നത്. സ്തോത്രം ഹല്ലേലൂയ. എന്നെ കൊണ്ടുവന്നത് കാട്ടിൽ നിന്നാ. സ്തോത്രം ഹല്ലേലൂയ. എന്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ വേണ്ടായിരുന്നു. 27-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവനെ ചേർത്തുകൊണ്ടു. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ കാട്ടിൽ കിടന്നപ്പോൾ ആ കൂരിന്റെ താഴ്വരയിൽ അവന്റെ വടിയും കോലും എനിക്ക് ആശ്വാസമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ആ വനാന്തരത്തിൽ എന്നെ നടത്തിയ ദൈവമാണ്. ആ കാട്ടിൽ എന്നെ നടത്തിയവനാ. സ്തോത്രം. നിനക്ക് എന്റെ ദൈവത്തെ കുറിച്ച് എന്താ അറിയുന്നത്? നീ കൊട്ടാരത്തിൽ പാർത്തപ്പോ ഞാൻ കാട്ടിലാ പാർത്തത്. സ്തോത്രം ഹല്ലേലൂയ. ആ കാട്ടിൽ എന്നെ നടത്തിയ കൃപ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. എന്റെ അപ്പന്റെ 7 മക്കളെ മാറ്റി നിർത്തിയിട്ട് എന്റെ അപ്പന്റെ 7 മക്കളെ മാറ്റി നിർത്തിയിട്ട് 8-ാമനായി എന്നെ തിരഞ്ഞെടുത്ത ദൈവകൃപയോർത്തപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. എന്റെ കാല് ഭൂമിയിൽ ഉറച്ചില്ലെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇശ്യായേലിനെ കൊണ്ടുവന്ന് നിർത്തി. ശമൂവേൽ പറഞ്ഞു, ഇവനെ ഒന്നും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ദൈവം ശമൂവേലിന്റെ അടുത്ത് പറഞ്ഞു, ഇവന്റെ പൊക്കോ മണ്ണോ നോക്കരുതെന്ന്. സ്തോത്രം. എന്തിനാ പൊക്കോ മണ്ണോ? എന്തിനാ പൊക്കോ മണ്ണോ? ദൈവം തിരഞ്ഞെടുത്തവൻ ശുശ്രൂഷ ചെയ്യുമെന്ന്.
ഹുഡരഗഡഗ ശബ്ദനാദരാദിഗസി അത്തനെ വൈഡമേറികൾ കനാദഗച്ഛസ്യാന. സ്തോത്രം ഹല്ലേലൂയ. സമൂവേലിനോട് ദൈവം പറഞ്ഞു, ഇവന്റെ പൊക്കോ മണ്ണോ നോക്കരുത്. സ്തോത്രം ഹല്ലേലൂയ. നീ പുറമേ കാണുമ്പോൾ ഞാൻ അകമേ കാണുന്ന ദൈവം. സ്തോത്രം ഹല്ലേലൂയ. നിന്റെ അന്തരംഗത്തെ കാണുന്ന ദൈവം ഇന്ന് പകൽ നിന്നോട് കൂടെയുണ്ട്. ദൈവജനം ആരാധിച്ചാണ് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 7 മാറ്റി നിർത്തി. നിനക്ക് ആരുമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ സ്തോത്രം ഇസ്യായി തലചോറിഞ്ഞോണ്ടാ പറഞ്ഞത്. ഒരുവനുണ്ട്, അവൻ കാട്ടിലാണ്, അവനൊന്നിനും കൊള്ളാത്തവനാണ്. സ്തോത്രം ഹല്ലേലൂയ. സമൂവേൽ പറഞ്ഞ പദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. സ്തോത്രം എന്താ പറഞ്ഞെന്നറിയാമോ? സ്തോത്രം, അവൻ വന്നല്ലാതെ ഈ പന്തി ഭോജനത്തിൽ ഞാൻ ഇരിക്കത്തില്ല. സ്തോത്രം, നിന്നെ തള്ളിക്കളഞ്ഞെന്ന് നിനക്ക് തോന്നിയാൽ ഇന്ന് പകൽ ദൈവം പറയാൻ, അവൻ വന്നല്ലാതെ ഈ പന്തി ഭോജനം നടക്കത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. തിരഞ്ഞെടുത്തവൻ വന്നല്ലാതെ ഈ പന്തി ഭോജനം നടക്കത്തില്ലെന്ന്. സമൂവേൽ ഒറ്റ നിപ്പ ദാവീദ് വരുന്നത് വരെ. സ്തോത്രം. ദാവീദ് വരുന്നത് ദൈവം കണ്ടിട്ട് സ്വർഗം എഴുന്നേറ്റി വന്ന് ഇവനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. സ്തോത്രം. ആ പകർന്ന അഭിഷേകം ഓർത്തപ്പോൾ ദാവീദിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടകത്തിന്റെ മുമ്പിൽ അവൻ കുതിച്ചു നൃത്തം ചെയ്തു. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞത്, നീ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ നിനക്ക് എന്ത് പകരം തരണം? നീ എന്നോട് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ നിനക്ക് എന്താ പകരം തരേണ്ടത്? സ്തോത്രം ഹല്ലേലൂയ. നിന്നെ ഒന്ന് ആരാധിക്കാതെ, നിന്റെ മുമ്പിൽ ഒന്ന് നൃത്തം ചെയ്യാതെ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. 2 ശമൂവേൽ 6:21 മുതൽ വായിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദാവീദ് മീഖളിനോട് പറഞ്ഞൊരു പദമുണ്ട്. ദാവീദ് മീഖളിനോട്, യഹോവയുടെ ജനമായി ഇസ്രായേലിന്റെ പ്രഭുവായി നിയമിക്കത്തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്ത യഹോവയുടെ മുമ്പാകെ, അതേ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ദാവീദ് മീഖളിനോട്, യഹോവയുടെ ജനമായി ഇസ്രായേലിന്റെ പ്രഭുവായി നിയമിക്കത്തക്കവണ്ണം. ആ പദം ഒന്ന് കേട്ടോ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. 89-ാം സങ്കീർത്തനം അതിന്റെ സ്തോത്രം ഹല്ലേലൂയ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, ആട്ടും തൊഴുത്തുന്നവനെ വരുത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, ആട്ടും തൊഴുത്തുന്നവനെ വരുത്തിയത്. സ്തോത്രം ഹല്ലേലൂയ. എന്തിനാ? എന്റെ ജനമായി ഇസ്രായേലിനെ മേയ്ക്കേണ്ടതിനാ. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ അവനെ തിരഞ്ഞെടുത്തു എന്ന്. സ്തോത്രം ഹല്ലേലൂയ. നീ തള്ളിക്കളഞ്ഞതിനെ തിരഞ്ഞെടുക്കുവാൻ, സ്തോത്രം ഹല്ലേലൂയ, നീ തള്ളിക്കളഞ്ഞതിനെ തിരഞ്ഞെടുക്കുവാൻ എന്റെ ദൈവം മതിയായവനാണ്. ഇന്ന് പകൽക്കാലം ആ ഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുക, തള്ളിക്കളഞ്ഞതിനെ ആലയത്തിന്റെ അകത്ത് കൊണ്ടുവന്ന് ശ്രേഷ്ഠമാന്യമായി നിറയ്ക്കുവാൻ, ആലയത്തിന്റെ ഒരു തൂണായി നിർത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സമയത്തിന്റെ പരിമിതി അറിയത്തില്ല. സ്വർഗം പറഞ്ഞാൽ നിർത്തും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 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 സമയമായോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നേരം വെളുക്കുന്നത് വരെ പ്രസംഗിച്ചാൽ മതി എന്നാ ചായൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ചായൻ ഇവിടെ ഇരുന്നാൽ മതി. 60 കിലോമീറ്റർ ഞാൻ ഓടണം. സ്തോത്രം. ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ തള്ളിക്കളഞ്ഞതിനെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം മതിയായവനാ. നീകളെ, നിനക്കെന്തോ എൻ്റെ ദൈവത്തെക്കുറിച്ച് അറിയുന്നേ? നിനക്കെന്തോ എൻ്റെ ദൈവത്തെക്കുറിച്ച് അറിയുന്നത്? സ്തോത്രം ഹല്ലേലൂയ. ഞാൻ കാട്ടി കിടന്നപ്പോൾ എന്നെ തേടി വന്നൊരു സ്നേഹമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ വരാന്തരത്തിൽ നടന്നപ്പോൾ എൻ്റെ കൂടെ നടന്ന ഒരു കൃപയുണ്ടായിരുന്നു, ഒരു ദൈവമുണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. കൂരിലിൻ്റെ താഴ്വര. അതുകൊണ്ട് 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ, കൂരിലിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ നടന്നപ്പോൾ ഒരനർത്ഥവും ഞാൻ ഭയപ്പെട്ടില്ല. കാരണം എന്തെന്നറിയാമോ? നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. നീ എൻ്റെ കൂടെ നടന്നെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ നടക്കുമ്പോൾ ഇന്ന് പകൽ നമ്മൾ പേടിക്കേണ്ടി വരത്തില്ലെന്ന്. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ആരെയും ഭയപ്പെടേണ്ടി വരത്തില്ല. തള്ളിക്കളഞ്ഞതിനെ ആലയത്തിനകത്ത് കൊണ്ടുവരുവാൻ മാന്യമായി
ദൈവം നമ്മളെ മറയ്ക്കുവാനിടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആരാരും നമുക്കില്ലെന്ന് പറഞ്ഞാലും സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവരും നമ്മൾ തള്ളപ്പെട്ട നമുക്കൊരു ചിന്ത വന്നാലും ഇന്ന് പകൽ ഞാൻ പറയാ, സ്തോത്രം, ഹല്ലേലൂയ, നീ പിടിച്ച വിശ്വാസത്തിൽ നീ മുറുകെ പിടിക്കുമെങ്കിൽ ഇത് നിന്നെ അന്ത്യം വരെ നടത്തുവാൻ അത് മതിയായതെന്ന് ഇന്ന് പകൽ ഞാൻ ആമേൻ പറയാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഈ പുസ്തകം നിങ്ങൾ ഇപ്പൊ ചുമക്കാമെങ്കിൽ വാർത്തകാലത്ത് ഈ പുസ്തകം നിങ്ങളെ ചുമക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇനിയുള്ള തലമുറകൾ ഈ പുസ്തകം എടുക്കുമെന്നും എന്തോ ഗ്യാരണ്ടിയാ? സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും വേറെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം, ഈ ദൈവകൃപ വിട്ട് മാറിപ്പോകാതെ ഈ ദൈവകൃപയ്ക്കകത്ത് നിൽക്കുവാൻ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രോഗ്രാമുകൾ നടത്തുന്നതൊക്കെ നല്ലതാ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഇവിടെയൊക്കെ നമ്മൾ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ ഉയർത്തുന്നത് നല്ലതാ. നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മൾക്കൊരു ബോധമുണ്ടായിരിക്കണം. നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ തലമുറകളൊന്നും പോലും വഴിതെറ്റി പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാൻ ദൈവജനം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇനിയുള്ള കാലത്ത് ഈ പുസ്തകം എടുക്കുവാൻ നമ്മുടെ തലമുറകൾ കാണുമോ? സ്തോത്രം, ഈ ക്രിസ്തുവിനെ ഒന്ന് ഉയർത്തുവാൻ, ഈ ദൈവത്തെ ഒന്ന് സാക്ഷീകരിപ്പാൻ, കർത്താവിന്റെ വചനവുമായി നടക്കുവാൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾ അങ്ങനെ ഉണ്ടാകുമോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരനായ ദാവീദ് 12-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്ന വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് പകൽക്കാലം, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ തലമുറകളെ ദൈവം ഉയർത്തുവാൻ, നമ്മുടെ തലമുറകളെ ദൈവം കരങ്ങളിലെടുക്കുവാൻ ദൈവജനം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇത് വല്ലാത്ത ലോകമാണ്, ചതിക്കുന്ന ലോകമാണ്, ദുഷ്ടത നിറഞ്ഞ ലോകമാണ്. ചതിക്കുഴിയിൽ ഞാൻ നമ്മുടെ തലമുറകൾ അകപ്പെട്ടു പോകാതിരിപ്പാൻ ദൈവജനം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി വേർതിരിക്കണം. പ്രൈസ് ദി ലോർഡ് പറ, സ്തോത്രം പറ, സ്തോത്രം. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വരമ്പിൻ്റെ അകത്ത് നിങ്ങളുടെ തലമുറ ഇരിക്കണ്ടേ? വേണോ വേണ്ടേ? സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ. സ്തോത്രം, ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി സ്തോത്രം ഒരു ദിവസം ചെലവിട്ടേ പറ്റത്തുള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 1 മണിക്കൂർ പ്രാർത്ഥിക്കൂ, 1 മണിക്കൂർ പ്രാർത്ഥിക്കൂ. സ്തോത്രം, തലമുറയ്ക്ക് വേണ്ടി 1 മണിക്കൂർ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അതിന് ദിവസവും സമയം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിപ്പാൻ ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിച്ചെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ തലമുറകൾ ദേശത്ത് തലകുനിക്കുവാൻ ഇടവരുത്തരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മുടെ തലമുറകൾ ദേശത്ത് തലകുനിക്കുവാൻ സ്തോത്രം ഇടവരുത്. അതുകൊണ്ട് ദൈവജനം മാതാപിതാക്കൾ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം, ദൈവജനം പ്രാർത്ഥിക്കണം കേട്ടോ, അടങ്ങിയിരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. 1-2 വാക്യം വായിച്ച് വേഗത്തിൽ ഞാൻ ആഗ്രഹിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. സമയം നമ്മുടെ മുമ്പിൽ വേഗത്തിൽ ഓടിപ്പോകുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം. 2 ദിനവൃത്താന്തം 5:12. ഇല്ലയോ അതിനകത്ത് വാക്യം? ആസാഫ്, ഹേമാൻ, യദൂദാൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരുമായി ഇന്ന് കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാർ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഏകസ്വരത്തിൽ സ്തോത്രം ദൈവം കേൾക്കുമാർ അവനെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് എങ്ങനെ സ്തോത്രം ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം,
പ്രൈസ് ദി ലോർഡ്. ദാവീദ് പഞ്ഞിനൂൽ അങ്കി ധരിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇവിടെ പറയുന്നത് മൂപ്പന്മാരെല്ലാവരും കൂടി ചണനൂൽ വസ്ത്രം ധരിച്ച് സ്തോത്രം ഹല്ലേലൂയ ഏക സ്വരത്തോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമൈതലേ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രത്തിന് വിലയുണ്ട് കേട്ടോ. സ്തോത്രത്തിന് വിലയുണ്ട്. ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഒരു സ്തോത്രത്തിന് ആലയത്തിന് 1 രൂപ വെച്ച് കൊടുക്കാമെങ്കിൽ നിങ്ങൾ എത്ര സ്തോത്രം പറയും? സ്തോത്രം ഹല്ലേലൂയ. ഈ മൗനതയിലിരിക്കുന്നവരെല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു സ്തോത്രത്തിന് 1 രൂപ ഉണ്ട് ചായ. എത്ര സ്തോത്രം പറയും? പോകുന്നതിന് മുമ്പ് 500 രൂപ എനിക്ക് കിട്ടണം. സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം. ഈ സ്തോത്രത്തിന് വിലയുണ്ടെന്ന്, ദൈവത്തിന് സ്തോത്രം ചെയ്താൽ നമുക്ക് വിലയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഒരു പാട്ടിങ്ങനെ പാടും, അതിനകത്ത് എത്ര സ്തോത്രം ഉണ്ടെന്ന് അറിയാമോ? ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഒന്ന് പാടാൻ വച്ചാ. സ്തോത്രം ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഭാരം ചുമക്കുന്ന ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ശത്രുക്കൾ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകന് സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ രക്ഷകന് സ്തോത്രം ഇന്നും എന്നേക്കും. നിന്നെ രക്ഷിച്ചോരു പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാലേ ഉള്ളം നിറച്ചോരു, ആത്മശക്തിയാലേ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയിലെ കൂടെ ഇരിക്കുന്ന, രോഗശയ്യയിലെ കൂടെ ഇരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ക്ഷാമകാലത്തെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. രക്ഷക്കള്ളയേക്കാൾ ഉറ്റ സ്നേഹിക്കുന്ന, രക്ഷക്കള്ളയേക്കാൾ ഉറ്റ സ്നേഹിക്കുന്ന
ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഹല്ലേലൂയ. സ്തോത്രം. എത്ര സ്തോത്രം പറഞ്ഞു? എത്ര സ്തോത്രം പറഞ്ഞു? ഇതിനെല്ലാത്തിനും പ്രതിഫലമുണ്ട് കേട്ടോ. സ്തോത്രം ഹല്ലേലൂയ. ഇതിനെല്ലാത്തിനും പ്രതിഫലമുണ്ടെന്ന്. സ്തോത്രം ഹല്ലേലൂയ. ഇതിനെല്ലാത്തിനും ദൈവം അളന്ന് നന്മ തരുമെന്ന്. ഇതിനെല്ലാത്തിനും ദൈവം അളന്ന് നന്മ തരും. സ്തോത്രം ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-2 വാക്യം വേഗത്തിൽ വായിച്ചാട്ട്. ഞാൻ ഇരിക്കാം. സ്തോത്രം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി ചിരിക്കും. ഞാൻ പെട്ടെന്ന് ഇരിക്കാം. സ്തോത്രം ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-2 വാക്യം വേഗത്തിൽ. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, അവൻ മഹോന്നതൻ, കുതിരയും അതിന്മേൽ ഇരുന്നവനെയും അവർ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എന്റെ ബലവും എന്റെ ഗീതവും, എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. യഹോവ തന്നെ. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ബലം ആരാണ്? യഹോവ തന്നെയാണ്. നമ്മുടെ ബലവും ഗീതവും യഹോവ തന്നെയാണ്. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും. സ്തോത്രം, സ്തോത്രം. ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് ഞാൻ നിങ്ങൾ പാട്ടുപാടണം. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എൻ്റെ ദൈവം ആരെന്നറിയാമോ? സ്തോത്രം ഹല്ലേലൂയ. അവൻ മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. സ്തോത്രം ഹല്ലേലൂയ. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭുവാ. സ്തോത്രം ഹല്ലേലൂയ. നമ്മളെ നടത്തിയ വിധം. സ്തോത്രം ഹല്ലേലൂയ. എന്തോ കുറുവാക്യം വായിച്ചത്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. അവൻ നമ്മെ ഉണ്ടാക്കിയത് നാം അവന് ഉള്ളവരാകുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം. നാം അവന്റെ ജനമാ. സ്തോത്രം ഹല്ലേലൂയ. അവൻ മേയ്ക്കുന്ന ആടുകളുമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വാതിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടി വരട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നല്ലത്. സ്തോത്രം ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നത് നല്ലത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. ഈ റെഡ്മി ചാനലിൽ കർത്താവിൻ്റെ ദാസനെ അത് ഒരുക്കിയ എല്ലാവിധത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. തൻ്റെ ദാസനെ മേൽക്കുമേൽ ദൈവം വർദ്ധിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഞാൻ വന്നപ്പോൾ തൻ്റെ ദാസനോടൊരു ദൂത് പറഞ്ഞു. എൻ്റെ കാലയളവിൽ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പുതിയ വീഡിയോ കർത്താവിൻ്റെ ദാസൻ വാങ്ങിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. പുതിയ വീഡിയോക്കകത്ത് തൻ്റെ ദാസൻ സ്തോത്രം പ്രോഗ്രാം ചെയ്യുമെന്ന്. സ്തോത്രം പറ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇത് ലൈവിൽ കൂടി പോകുന്നെങ്കിൽ ഇതൊരു ദൂതായിട്ട് സ്തോത്രം ലോകം കാണുക. സ്തോത്രം ഹല്ലേലൂയ. തൻ്റെ ദാസനൊരു പുതിയ നന്മ കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം ഹല്ലേലൂയ. ഒരുക്കുന്ന എല്ലാ പ്രോഗ്രാമിനും ദൈവം പ്രതിഫലം തരുമെന്ന് ഇന്ന് പകൽ തന്റെ ഭക്തന് വിശ്വസിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എനിക്ക് നന്നായിട്ട് അറിയാം. കർത്താവിന് വേണ്ടി അധികമായി ചെലവഴിക്കുന്ന ഒരു ദിവസമാണ്. സ്തോത്രം ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു കൺവെൻഷൻ നടത്തി. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. ഭയങ്കര മഴയായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. അന്ന് മുതലേ താൻ ഓടുക. സ്തോത്രം. ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ദൈവദാസനെ സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ഒരു പുതിയ ക്യാമറ തരും 2025 അവസാനിക്കുന്നതിന് മുമ്പ്. അങ്ങനെ തോന്നുന്നു പറഞ്ഞല്ലേ? 2025 അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു പുതിയ ഒന്ന് തരും. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തന്റെ ദാസന നന്മ കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് കൊടുക്കുന്നതൊന്നും സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം വെറുതെയായി പോകത്തില്ല കേട്ടോ. സ്തോത്രം. ദൈവത്തിന് എന്ത് കൊടുത്തോ അതെല്ലാം മടക്കി തരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തന്റെ ദാസനെ ഇത്രത്തോളം മാനിച്ച കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം തന്റെ ദാസനൊരു വാഹനം കൊടുത്തു. സ്തോത്രം ഹല്ലേലൂയ. ഇനി എല്ലാം സ്വന്തമായി ദൈവം കൊടുക്കാൻ പോകുന്നതിനടുത്ത് സ്തോത്രം ചെയ്യേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം കൊടുത്ത് തരുമെന്ന്. കർത്താവിന് വേണ്ടി ഓടുന്നത് അധ്വാനിക്കുന്നതൊന്നും അവൻ മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല കേട്ടോ. ഇതെല്ലാം അളന്നു കുറിച്ച് തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. സ്തോത്രം ഹല്ലേലൂയ. തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് അവൻ വസ്തുവകകൾ അവകാശമായി കൊടുക്കും. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. ദൈവ
ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് അവൻ വസ്തുവകകൾ അവകാശമായി കൊടുക്കുമെങ്കിൽ സ്വന്തമായി ചിലത് ദൈവം അളന്നു കൊടുക്കാൻ പോകുക. സ്തോത്രം ഹല്ലേലൂയ. സ്വന്തമായത് ചിലത് ദൈവം അളന്നു കൊടുക്കാൻ പോകുക. സ്തോത്രം ഹല്ലേലൂയ. എന്റെ അളവ് നൂല് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാല സങ്കീർത്തനക്കാരോട് ചേർത്ത് പറയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന ദൈവമായി കർത്താവിനോട് സഹായിക്കും.